ഇന്ന് വിശ്വസിക്കുന്ന സഭയുടെ പ്രതിനിധികൾക്കെതിരെ അന്യായങ്ങൾ ചോദ്യം ചെയ്യാൻ സഭാസമൂഹം ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ്. പ്രവേശിക്കുക. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളായിട്ടുള്ള ബഹുമാനപ്പെട്ട ഫ്രോനവികാരിയച്ഛൻ ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വൈക്കം വെൽഫെയർ സെന്റർ ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിജു ചക്കിയത്തച്ഛൻ സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ബെന്നി മാരാമ്പറമ്പലച്ഛൻ നമ്മുടെ തലയോലപ്പറമ്പ് പള്ളിയുടെ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കാനായിട്ട് നമ്മളൊന്നായിരിക്കുന്നത് സജീവ് ഫ്രാൻസിസ് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സഭാ സമൂഹത്തിന്റെ വളർച്ചയിൽ കൂട്ടായ്മയിൽ എപ്പോഴും കരുതലോടെ കാതലായിട്ട് പ്രവർത്തന മേഖലകളിലായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഈ പ്രവർത്തന മേഖലകളിൽ സജീവമാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും സഭയോടുള്ള അദമ്യമായിട്ടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഇവിടെ വന്നിരിക്കുക. തീരെ പാപങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, അവരെ സംസ്കരിക്കാൻ ശ്രമിക്കുന്ന, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന, ജോലികൾ കൊടുക്കുന്ന തീരെ താഴ്ത്തട്ടിലുള്ള വ്യക്തികളെ അങ്ങനെ സംസ്കരിക്കാനായിട്ട് പ്രവർത്തിച്ചാലാണ് സിസ്റ്റേഴ്സിനാണ്. അവർ ഈ രീതിയിൽ കിരാതമായ രീതിയിൽ, അന്യായമായ രീതിയിൽ ആൾക്കൂട്ട വിചാരണം നടത്തി നമ്മുടെ പൈതൃകത്തെ കുറിച്ച് നമ്മൾ അഭിമാനം വേണം. ഇവിടുത്തെ ക്രൈസ്തവ പൈതൃകം സംസ്കാരം കൊണ്ട് ഭാരതീയമാണ് എന്നതിൽ നമ്മൾ അഭിമാനിക്കണം. നമ്മൾ ആരും വൈദേശികരല്ല, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തവരല്ല. വിശ്വാസം കൊണ്ട് ക്രൈസ്തവരുണ്ട്, സംസ്കാരം കൊണ്ട് ഭാരതീയരുമാണ്. നമുക്കുള്ളത് ഈ ഭാരതീയ പാരമ്പര്യമാണ്. 20-ാം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ ഒരിക്കലെങ്കിലും 20 നൂറ്റാണ്ടുകൾ ക്രൈസ്തവരുടെ ഉണ്ടാകണമെങ്കിൽ ഒരിക്കൽ പോലും ഒരു മതസംഘർഷം, ഒരു ലഹള, ഒരു വർഗീയ ലഹള ഒരിടത്തും ഉണ്ടായിട്ടില്ല. നമ്മളോട് പറയുകയും മനസ്സിലാക്കി തരികയും ചെയ്തു. ഞാനിവിടെ നിൽക്കുന്നത് ASMI സഭയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനാണ്. 1949 ചേർത്തലയിൽ ഗ്രീൻ ഗാർഡൻസിൽ കുഷ്ഠരോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടി മോൺസിഞ്ഞോർ ജോസഫ് കണ്ടത്തിൽ, വാഴ്ത്തപ്പെട്ട ജോസഫ് കണ്ടത്തിൽ അച്ഛനാൽ സ്ഥാപിതമായ സഭയാണ് ഗ്രീൻ ഗാർഡൻസ് അഥവാ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലെപ്രസി ഹോസ്പിറ്റൽ, അനാഥാലയങ്ങൾ, അന്ധബധിര സ്കൂളുകൾ, അനാഥാലയങ്ങൾ, ഹോസ്പിറ്റൽസ്, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, TV ഹോസ്പിറ്റൽസ്, സ്കൂൾസ് എന്നിവ സ്ഥാപിക്കുക
ഏക സമൂഹം പ്രഖ്യാപിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബഹുമാന്യനായ ബിഷപ്പ് ജോസഫ് പാമ്പാനിയാണ്. കഴിഞ്ഞ ദിവസം 10,000 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 10,000 സാക്ഷി നിർത്തി അദ്ദേഹം ഈ ലോക സമൂഹത്തോടും വിശ്വാസ സമൂഹത്തോടും അധികാരവർഗത്തോടും പ്രഖ്യാപിച്ച ഒരു വലിയ പ്രസ്താവനയായിരുന്നു. പിന്നെ പ്ലാക്കാർഡ് പിടിച്ചിട്ട് മുമ്പിൽ പ്ലാക്കാർഡ് ഉണ്ട്, അതിലേക്ക് നമുക്ക് അണിനിരക്കാം. സിസ്റ്റർ വന്ദന മേരിയുടെയും സിസ്റ്റർ പ്രീതിയുടെയും അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വൈക്കം ഫൊറോനയിലെ ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും അൽമായരും ഒരുക്കുന്ന പ്രതിഷേധ ജാഥ തൊട്ടുപുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, അത് പ്രഘോഷിക്കാൻ, അതിന് സാക്ഷ്യം വഹിക്കാൻ, അതിലേക്ക് മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയാനുള്ള ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന് വിലങ്ങ് തടിയിടുന്ന, അതിനെതിരെ നിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ ഓർക്കണം, അമേരിക്കയിലും യൂറോപ്പിലും ഹൈന്ദവ സ്വാമിമാരുടെ സ്ഥാപനങ്ങൾ ഒരുപാട് ഉണ്ടെന്നുണ്ട്. ഒരുപാട് ക്രൈസ്തവര്, അവിടെയുള്ള യൂറോപ്യൻസ് ഹിന്ദു മതത്തിലേക്ക് ആകൃഷ്ടരായി വരുന്നത് ആരതിനെ എതിർക്കുന്നു. ഇത് വ്യക്തി സ്വാതന്ത്ര്യമാണ്, നടക്കട്ടെ. യൂറോപ്പിലെ ഏറ്റവും വലിയ മോസ്ക് ഉള്ളത് റോമിലാണെന്ന് നമ്മൾ ഓർക്കണം. വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു ശൈലിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഓർക്കണം, അച്ഛൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ അനുപാതം 2.7% ആണ്, 2.7%. അവസാന സെൻസസ് 2021 സെൻസസ് ഈ കോവിഡ് കാരണം നടന്നില്ല. 2011 അവസാനമായി ഒരു ഫുൾ സെൻസസ് ഇന്ത്യയിൽ നടന്നത്. അതിന്റെ കണക്കുകൾ വെബ്സൈറ്റിലുണ്ട്, പരിശോധിച്ചു നോക്കൂ. 2011 കണക്കനുസരിച്ച് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ എണ്ണം ഇന്ത്യയിലുള്ള ആകെ ജനസംഖ്യയുടെ 2.3% ആണ്, 2.3%. 2.4 ലക്ഷം, 2.3%. നമ്മുടെ പൈതൃകത്തെ കുറിച്ച് നമ്മൾ അഭിമാനം വേണം. ഇവിടുത്തെ ക്രൈസ്തവ പൈതൃകം സംസ്കാരം കൊണ്ട് ഭാരതീയമാണ് എന്നതിൽ നമ്മൾ അഭിമാനിക്കണം. നമ്മൾ ആരും വൈദേശികരല്ല, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തവരല്ല. വിശ്വാസം കൊണ്ട് ക്രൈസ്തവരും സംസ്കാരം കൊണ്ട് ഭാരതീയരുമാണ്. നമുക്കുള്ളത് ഈ ഭാരതീയ താല്പര്യമാണ്. 20-ാം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ ഒരിക്കലെങ്കിലും 20 നൂറ്റാണ്ടുകൾ ക്രൈസ്തവരുടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഒരു മതസംഘർഷം, ഒരു ലഹള, ഒരു വർഗീയ ലഹള ഒരിടത്തും ഉണ്ടായിട്ടില്ല. നമ്മൾ ഏതെങ്കിലും അച്ഛനെയോ സിസ്റ്റേഴ്സിനെയോ ജയിലിലിട്ട് അല്ലെങ്കിൽ കൊന്നോളൂ, അതുകൊണ്ട് ഇവിടുത്തെ മതപരിവർത്തനം അല്ലെങ്കിൽ മതപരിവർത്തനം വാക്കിയുടെ തീരെ പാപങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, അവരെ സംസ്കരിക്കാൻ ശ്രമിക്കുന്ന, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന, ജോലികൾ കൊടുക്കുന്ന തീരെ താഴ്ത്തട്ടിലുള്ള വ്യക്തികളെ അങ്ങനെ സംസ്കരിക്കാനായിട്ട് പ്രവർത്തിച്ചാലാണ് സിസ്റ്റേഴ്സ്. അവർ ഈ രീതിയിൽ കിരാതമായ രീതിയിൽ, അന്യായമായ രീതിയിൽ ആൾക്കൂട്ട വിചാരണം നടത്തി. സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുന്നില്ല. കാരണം ഇത് വലിയ വിശേഷപ്പെട്ട കുറ്റമായതുകൊണ്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA കേസാണ്. അതുകൊണ്ട് NIA കോടതി അന്വേഷിക്കണം. NIA കോടതിയിലേക്ക് വിടുന്നു. NIA കോടതി ഇന്നലെ വിശദമായ വാദം കേട്ടു. കേസ് ഡയറി വിളിച്ചു വരുത്തി ജഡ്ജ്മെന്റ് ഇന്നത്തേക്ക് റിസർവ് ചെയ്തു. ഉപാധികളോടെ 50,000 രൂപയുടെ 2 പേരുടെ ആഴ്ജാമ്യം, വേറെ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് സിസ്റ്റേഴ്സിന് ഇന്ന് ജാമ്യം കൊടുത്തു. മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, വിദേശയാത്ര ചെയ്യാൻ പാടില്ല, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ഉപാധികളോടെയാണ്. സാധാരണ ജാമ്യത്തിനൊക്കെ ഉപാധികളുണ്ട്, പക്ഷെ പതിവില്ലാത്ത ചില ഉപാധികൾ കൂടെ വെച്ചുകൊണ്ടാണ് ഈ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ജാമ്യം കിട്ടിയതോടുകൂടെ സിസ്റ്റേഴ്സിന്റെ പ്രശ്നം തീരുമോ തീർന്നില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു.
ഇതിനാമുഖമായി 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, 2025 മാത്രം 375 ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നു എന്നാണ് ഔദ്യോഗികമായ റിപ്പോർട്ട്. അതിൽ അവസാനത്തേതാണ് ഛത്തീസ്ഗഡിലെ യുപിയിൽ നടന്നത്. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 4694 കേസുകളാണ് ക്രിസ്ത്യാനികളെ, ക്രിസ്ത്യൻ മിഷണറിമാരെ